പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോ, പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാനായിരിക്കുക വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയോഗം സമർപ്പിക്കാനാണ്. ഈശോയെ അവിടുന്ന് ശ്രവിക്കുമ്പോൾ അവിടത്തേക്ക് അറിയാമല്ലോ ഈ നിയോഗത്തിൻ്റെ പ്രാധാന്യം. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ വളരെ അധികം സമർപ്പിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 ജനുവരി 24 വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് നൽകിയ ഇൻ്റർനെറ്റ് എ ന്യൂ ഫോറം ഫോർ പ്രൊക്ലെയിമിംഗ് ദ ഗോസ്പൽ എന്ന പ്രബോധനം, ആ പ്രബോധനത്തിലെ ഒരു വചനത്തോടുകൂടി ഞാൻ ഈ നിയോഗം സമർപ്പിക്കുവാൻ തുടങ്ങട്ടെ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 6 വാക്യം ഈ പ്രബോധനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു, വി മസ്റ്റ് എൻ്റർ into this modern and ever more replete communications network with realism and confidence, convinced if it is used with competence and conscientious responsibility, it can offer useful opportunities for spreading the gospel message. സുവിശേഷ സന്ദേശം ലോകമെമ്പാടും അറിയിക്കുന്നതിന് ആത്മവിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചൊരു പ്രബോധനമായിരുന്നു ഇത്. അതിനെ തുടർന്ന് 2002 ഫെബ്രുവരി മാസം 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം അതിശക്തമായി സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിത്തിരിക്കുവാൻ ഈശോ അനുഗ്രഹിച്ചു. നന്ദി ഈശോയെ. ഈ ദിവസങ്ങളിൽ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന പല ഇടപെടലുകളെയും സമർപ്പിക്കുകയാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ഈശോ എല്ലാം അറിയുന്നു. ആയതിനാൽ ഇവയെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി സുവിശേഷ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വീണ്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ജനുവരി 24 തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പ്രബോധനം കൂടി നൽകുകയുണ്ടായി. അവയെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വാഴ്ത്തപ്പെട്ട ജെയിംസ് അൽബേറിയോണയുടെ ചിത്രത്തിന് മുമ്പിൽ അനേകം തിരികൾ ഈ ദിവസം മുഴുവൻ കത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾക്ക് വേണ്ടിയും സുവിശേഷ പ്രചാരണത്തെ ലക്ഷ്യമാക്കി സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെക്കുറിച്ചുള്ള വത്തിക്കാൻ ഡിക്രി രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ദേവാലയവും എങ്ങനെ എപ്പോഴും ഏറ്റവും പൂർണ്ണതയിലായിരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടി 10 സമൂഹങ്ങളെ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിന് മുമ്പിൽ ഈ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുകയായിരുന്നു. 2002 ഫെബ്രുവരി മാസം 11 ദൈവം നൽകിയ ആ കൃപ ഇനിയും തുടരുവാൻ ദിവ്യകാരുണ്യ ഈശോ എന്നെ ശക്തിപ്പെടുത്തട്ടെ. ഒരു കാര്യം കൂടി സമർപ്പിക്കുകയാണ്. 1999 ഫെബ്രുവരി 2 മുതൽ സമർപ്പിതരുടെ ആ ദിനമായി മാറിയ ഈശോയെ മാതാവ് കാഴ്ചവെച്ച ആ ദിനം മുതൽ എല്ലാ വർഷവും
വളരെ കൃപയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1999 ആണ്ട് ആ ദിനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എനിക്ക്. ഈശോ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പൂർത്തീകരിച്ച മാസമായിരുന്നു ഫെബ്രുവരി മാസവും മാർച്ച് മാസവും. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ ആ നിയോഗങ്ങൾ പൂർത്തിയായിട്ട് ഈ വർഷം 25 വർഷം തികയുകയാണ്. ലിസി ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോഴും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ ആയിരുന്നു പ്രധാനമായും ആ ദിവസങ്ങളിൽ ആശുപത്രിയിൽ നടന്നത്. ഈശോയെ അവിടുന്ന് നൽകിയ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ഇടപെടലുകൾ എല്ലാം ഈ ലോകത്തോട് പങ്കുവയ്ക്കാനും ലോകം മുഴുവനിലും പ്രത്യേകിച്ച് എനിക്ക് അവിടുന്ന് ജന്മം നൽകാൻ ഉപയോഗിച്ച കേരളത്തിലും ഭാരതത്തിലും എല്ലാം സുവിശേഷത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുവാൻ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിപ്പുറപ്പെടുവാൻ ദിവ്യകാരുണ്യ ഈശോയെ എന്നെ ആശീർവദിക്കണം. വചനം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ, പ്രകാശം ഉദിക്കട്ടെ എന്നരുൾ ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഇൻ്റർനെറ്റ്, എ ന്യൂ ഫോറം ഫോർ പ്രൊക്ലെയിമിംഗ് ദ ഗോസ്പൽ. ഈ പ്രബോധനവും ദ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എന്ന പ്രബോധനവും നൽകിയ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ ഈ ലോകത്ത് പുതിയ വഴിത്താരയിലേക്ക് കർത്താവ് തിരിച്ചുവിടുമെന്ന് പ്രവാചക തുല്യം സൂചിപ്പിച്ച വാഴ്ത്തപ്പെട്ട ജെയിംസ് അൽബേറിയോണെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ സംബന്ധിക്കുന്ന ഡിക്രിയിൽ പറയുന്ന ഒരു ചെറിയ കാര്യം കൂടി ശ്രവിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. 2-ാം നമ്പർ, ഈ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം മാനവ സമുദായത്തിന് വിലയേറിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന വസ്തുത സഭാമാതാവ് അംഗീകരിക്കുന്നു. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നീ എന്നെ സ്നേഹിക്കുന്നു.